ബയോജിയോഗ്രഫിക്കൽ സോൺസ് ഓഫ് ഇന്ത്യയിലെ അഞ്ചാമത്തെ ബയോജിയോഗ്രഫിക്കൽ സോണായിട്ടുള്ള ഗാംഗറ്റിക് പ്ലെയിനിൽ ഏതൊക്കെ ഓർഗാനിസംസ് ഉണ്ട്, ഏതൊക്കെ ഫ്ലോറയും ഫോണയും ഒക്കെയാണ് കാണാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ നീലഗിരി, ചിങ്കാര, ബ്ലാക്ക് ബഗ് പോലുള്ള വേറെ സ്പീഷ്യസുകളും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് ഗാംഗറ്റിക് പ്ലെയിനിലുള്ള ബയോജിയോഗ്രഫീനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് ഉള്ളതാണ് വെസ്റ്റേൺ ഗട്ട്സ് സോൺ എന്ന് പറയുന്നത്. വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ മലബാർ കോസ്റ്റും വെസ്റ്റേൺ ഗട്ട് മൗണ്ടെയ്ൻസും അതുപോലെ തന്നെ ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന റീജിയനാണ് വെസ്റ്റേൺ ഗട്ട്സ് സോൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വേൾഡിലെ തന്നെ ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടായിട്ട് വെസ്റ്റേൺ ഗട്ട്സ് സോൺസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ഹെവി റെയിൻഫോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്, മിക്സഡ് ഡെസീഡിയസ് ഫോറസ്റ്റ്, മാംഗ്രൂവ് ഫോറസ്റ്റ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ഡെസീഡിയസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ക്ലൈമറ്റ് കണ്ടീഷനിൽ ചിലപ്പോൾ മുഴുവനായിട്ട് ഇല പൊഴിയും, അത് കഴിഞ്ഞ് വേറൊരു ക്ലൈമറ്റ് കണ്ടീഷനിലാണ് അവർക്ക് ഫ്ലവറും ലീഫൊക്കെ കാണാനായിട്ട് പറ്റുന്നത്. അത് പക്ഷേ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ലീഫ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻ വരുമ്പോൾ പൊഴിഞ്ഞു പോകുന്നില്ല, ഫുൾ ടൈം നമുക്ക് മൊത്തം എല്ലാ ക്ലൈമറ്റിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ എല്ലാ സമയത്തും ഒരുപോലെ ഇലകളുള്ള പ്ലാന്റ്സിനെ നമുക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫോറസ്റ്റാണ് നമ്മൾ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 30% ഓഫ് പ്ലാന്റ് സ്പീഷ്യസ് നമുക്ക് ഈ വെസ്റ്റേൺ ഗട്ട് റീജിയണിൽ കാണാൻ പറ്റും. ഇന്ത്യയിലെ തന്നെ എൻഡമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള കുറേ സ്പീഷ്യസുകൾ വെസ്റ്റേൺ ഗട്ട് സോൺസിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിൽ തന്നെ 900 സ്പീഷ്യസ് എന്ന് പറയുന്നത് വെർട്ടിബ്രേറ്റ്സ് നമുക്കിവിടെ കാണാം എൻഡമിക് ആയിട്ട്. 36% അതിൽ തന്നെ 36% എൻഡമിക് ആയിരിക്കും, അവിടെ മാത്രം കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹിൽ സ്ലോപ്സ്, ഫോറസ്റ്റ്, അവിടെയൊക്കെ ടീ, കോഫി, കൊക്കോ, റബ്ബർ, കാഡമം പോലുള്ള പ്ലാന്റേഷൻസ് നമുക്ക് വെസ്റ്റേൺ ഗട്ട് റീജിയനിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള എന്താണ് റിവർ സിസ്റ്റം ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ജനറേഷൻ, നമുക്ക് റിവർ സിസ്റ്റം ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ജനറേഷൻസും അതുപോലെ തന്നെ ഇറിഗേഷൻ സ്കീമുകളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ എൻഡേഞ്ചർഡ് സ്പീഷ്യസ് ആണ് കെയിൻ ടർട്ടിൽ, അതുപോലെ തന്നെ ട്രാവൻകൂർ ടർട്ടോയ്സ് എന്നൊക്കെ പറയുന്നത് ഇവിടെ മാത്രം കാണുന്ന എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷ്യസ് ആണ്. അപ്പോൾ അതർ ഫോണാസിൽ വരുന്നതാണ് ലൈൻ ടൈഡ് മക്കാക്ക, അതുപോലെ തന്നെ ഗെയിൻ സ്ക്വിരല്, മലബാർ സിവറ്റ്, ഹോൺബിൽസ്, അതൊക്കെ ഇവിടെ കാണുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോണുകളാണ്. അപ്പോൾ നീലഗിരി ലങ്കൂർ, മലബാർ സിവറ്റ് ഒക്കെ നമുക്ക് വെസ്റ്റേൺ ഗട്ട് റീജിയനിൽ കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി പറയുന്നതാണ് ഡെക്കാൻ പെനിൻസുല. അപ്പോൾ ഡെക്കാൻ പെനിൻസുല എന്ന് പറയുന്നത് ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ബയോജിയോഗ്രഫിക്കൽ സോൺസ് ആണ് ഇന്ത്യയിലെ. മഹാരാഷ്ട്ര, ഒറീസ, മധ്യപ്രദേശ് അങ്ങനെയുള്ള റീജിയനൊക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റും, ഡെക്കാൻ പെനിൻസുല റീജിയൻസിലാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് സെമി അരിഡ് റീജിയൻ ആണ്, ഫൗണ്ട് ലീവാർഡ് റെയിൻ ഷാഡോ സൈറ്റ്സ് ഓഫ് ദി വെസ്റ്റേൺ ഗട്ട്സിൽ. അതായത് നമുക്ക് രണ്ട് റീജിയൻസ് ആണ് പറയുന്നത്. ലീവാർഡ് റെയിൻ ഷാഡോ റീജിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കാറ്റൊന്നും കിട്ടാത്ത ആ ഒരു റീജിയനിലാണ് നമുക്ക് ഡെക്കാൻ പെനിൻസുലയുടെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ആ ഒരു റീജിയനും ഇതിൽ പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 പ്രൊവിൻസസ് ആയിട്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഡെക്കാൻ പ്ലാറ്റ്യൂവിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെക്കാൻ പ്ലാറ്റ്യൂ സൗത്ത്, സെൻട്രൽ പ്ലാറ്റ്യൂ, ഈസ്റ്റേൺ പ്ലാറ്റ്യൂ, ചോട്ടാനാഗ്പൂർ പ്ലാറ്റ്യൂ, സെൻട്രൽ ഹൈലൻഡ്സ് ഒക്കെ ആയിട്ട് നമുക്ക് 5ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതും കൂടുതൽ എന്താണ്, ഫോറസ്റ്റ് ഡെസീഡിയസ് ഫോറസ്റ്റ് ആണ്, ഇല പൊഴിയുന്ന വനങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. ഗോർ, അതുപോലെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ഡിയേഴ്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ കോമൺ ആയിട്ട് മാമൽസിൽ കാണുന്നതാണ്. അതുപോലെ തന്നെ സാമ്പാ ഡിയേഴ്സ് പോലുള്ളത്, അതുപോലെ തന്നെ ചിറ്റാൽ, അങ്ങനെയുള്ള ഫോണുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. റെസ്റ്റി സ്പോട്ടഡ് കാറ്റ്, വുൾഫ് ഒക്കെ ഈ ഒരു റീജിയണിൽ നമുക്ക് കാണാൻ പറ്റുന്നു. ചില നമ്പർ കുറവാണെങ്കിൽ പോലും അത് കാണാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അതാണ് ചിറ്റാൽ, സാമ്പാർ, അതുപോലെ തന്നെ അങ്ങനെയുള്ള റീജിയൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു ഇന്ത്യയുടെ ഒരു റീജിയനാണ്. ഏകദേശം നമുക്ക് അവിടെയുള്ള സ്റ്റേറ്റ്സ് ഒക്കെ നമുക്ക് തന്നെ അറിയാൻ പറ്റും. മേഘാലയ, ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര പോലുള്ള നോർത്ത് ഈസ്റ്റ് ഹിൽ സ്റ്റേറ്റിലാണ് നമുക്ക് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്നുള്ള ബയോജിയോഗ്രഫിക്കൽ സോൺസ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് റെയിൻഫോൾ, ഹെവി റെയിൻഫോൾ ആണ്. അതുപോലെ തന്നെ ഡെൻസ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. 70% ഫോറസ്റ്റും അതുപോലെ തന്നെ 50% ഓഫ് സ്പീഷീസ് ഓഫ് വാസ്കുലർ പ്ലാന്റ്സ് ഇൻ ഇന്ത്യ നമുക്ക് എവിടെ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ് കാണാൻ പറ്റുന്നത്.
ഇവിടെ നമുക്ക് വൈൽഡ് റിലേറ്റീവ്സ് ഓഫ് കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ് ബനാന, മാംഗോ, സിട്രസ്, പെപ്പർ എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന വെറൈറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കൾട്ടിവേറ്റഡ് വെറൈറ്റീസ് ഓഫ് മാംഗോ അല്ലെങ്കിൽ സിട്രസ്, പെപ്പറൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിന് തന്നെ നമുക്ക് വൈൽഡ് വെറൈറ്റീസ് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഈ ഒരു റീജിയൻസിൽ കാണാൻ പറ്റും. അപ്പം നമുക്ക് തന്നെ ചില കാര്യങ്ങളറിയാം. ചില മുല്ലപ്പൂകൾ എടുത്ത് നോക്കുകയെന്ന് വെച്ചാൽ മുല്ലപ്പൂ നമുക്കിപ്പോൾ കാണുന്ന കൾട്ടിവേറ്റഡ് വെറൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ വൈൽഡ് വെറൈറ്റി ഉണ്ട്. റോസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എടുക്കുന്ന പല റോസും നമ്മൾ ഉണ്ടാക്കിയെടുത്ത കൾട്ടിവേറ്റഡ് വെറൈറ്റിയാണ്. അതുകൂടാതെ അതിനൊരു വൈൽഡ് വെറൈറ്റി ഉണ്ട്, നമുക്ക് കാട്ടിൽ കാണുന്ന ടൈപ്പ് റോസപ്പൂക്കെ ഉണ്ട്. അതെന്ന് പറയുന്നത് വേറെ കുറച്ചുകൂടി ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും അവർക്ക് കാണിക്കുന്നത്. അപ്പം അതേപോലെ തന്നെ മാംഗോ, സിട്രസ്, പെപ്പർ എന്നൊക്കെ പറയുന്നതിൻ്റെ വൈൽഡ് വെറൈറ്റീസ് നമുക്ക് വൈൽഡ് റിലേറ്റീവ്സിനെ നമുക്ക് എവിടെ കാണാൻ പറ്റും? നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എനിമൽസിൽ പറയാമെന്നുള്ളതാണെന്ന് വെച്ചാൽ ഗോൾഡൻ ലംഗൂർ, ബ്രോ ആൻഡ് ഡിയർ, മണിപ്പൂർ, നമുക്ക് അങ്ങനെയുള്ള കുറേ സ്പീഷീസുകളെ കാണാൻ പറ്റും. മാർബിൾഡ് ക്യാറ്റ്, ഗോൾഡൻ ക്യാറ്റ്, സ്പോട്ടഡ് ആയിട്ടുള്ള ലിസാങ്, അങ്ങനെയുള്ള റെഡ് പാൻഡ, അതൊക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റുന്നതാണ്? നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ കാണാൻ പറ്റുന്നതാണ്. സ്പീഷീസുകൾ നോക്കുമ്പോൾ ഒരു 5-6 സ്പീഷീസുകളെങ്കിലും നമുക്ക് യൂണിക്കായിട്ട് അവിടെ കാണുന്ന കുറച്ച് സ്പീഷീസുകളെയും അറിഞ്ഞിരിക്കാം. അപ്പോൾ അതാണ് കുറച്ച് സ്പീഷീസ്. പിഗ്മി ഹോഗ്, വൺ ഹോൺഡ് റൈനോ, ഹിസ്പിഡ് ഹെയർ, അങ്ങനെയുള്ള സ്പീഷീസുകളൊക്കെ നമുക്ക് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന സ്പീഷീസാണ്. ഇനി അടുത്ത ഒരു സോൺ എന്ന് പറയുന്നതാണ് ഐലൻഡ്സ്. ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം മെയിനായിട്ട് നമുക്ക് ലക്ഷദ്വീപ് ഐലൻഡ്സ് ഉണ്ട്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ലക്ഷദ്വീപ് ഐലൻഡ്സിൻ്റെ പ്രത്യേകത അത് കോറലൈൻ ഐലൻഡാണ്. ടിപ്പിക്കലി കോറലൈൻ എക്കോസിസ്റ്റം, അതായത് കോറൽ റീഫ്സ്, അവിടെയുള്ള ആൽഗൽസ്, അങ്ങനെയുള്ള സ്പീഷീസ്, അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് ലക്ഷദ്വീപ് ഐലൻഡ്സിൽ കാണാൻ പറ്റുന്നത്. കോറൽ റീഫ്സ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഐലൻഡ്സ് ആണ്, കോറലൈൻ ഐലൻഡ്സ് ആണ്. പക്ഷേ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് സബ്മർജ്ഡ് ഐലൻഡ്സ് ആണ്. സബ്മർജ്ഡ് ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിൻ്റെ ഉള്ളിലാണ് നമുക്കതിൻ്റെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഐലൻഡ്സിൻ്റെ വെറൈറ്റി ഓഫ് സ്പീഷീസുകൾ അല്ലെങ്കിൽ ഫോണ ഫ്ലോറയൊക്കെ കാണുന്നത്. നമുക്ക് എന്താണ്? ഒരു വെള്ളത്തിൻ്റെ അടിയിൽ കാണപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതിനാണ് സബ്മർജ്ഡ് ആയിട്ടുള്ള ഐലൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ട്രോപ്പിക്കലായിട്ടുള്ള ഫോറസ്റ്റുകളും നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മൗണ്ടൻ ടോപ്പും ട്രോപ്പിക്കൽ ഫോറസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ വെള്ളത്തിലായിട്ട് കവർ ചെയ്തിട്ടുള്ളതായിരിക്കും, സബ്മേർജ്ഡ് ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റുകളും നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ ലക്ഷദ്വീപ് ഐലൻഡ്സ് അറേബ്യൻ സീയിലും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാളിൻ്റെയും ഭാഗമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അവിടുത്തെ വെജിറ്റേഷൻ എന്ന് പറയുന്നത് മെയിൻലി നമുക്ക് കോസ്റ്റൽ വെജിറ്റേഷൻ ആണ്. മാംഗ്രൂവ്സ് കാണാനായിട്ട് പറ്റും, കണ്ടൽ വനങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. എൻഡമിക് ആയിട്ടുള്ള ഒരുപാട് സ്പീഷീസ് ഐലൻഡ്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു 200 സ്പീഷീസ് പ്ലാന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും 112 സ്പീഷീസ് പ്ലാന്റ്സും അതുപോലെ തന്നെ 112 സ്പീഷീസ് ബേർഡ്സും സെവറൽ സ്പീഷീസ് ഓഫ് ആംഫീബിയൻസ്, റെപ്റ്റൈൽസ് ഒക്കെ എൻഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണീക്കായിട്ട് അവിടെ തന്നെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വേറെ ഇഷ്ടംപോലെ ടൈപ്പ് പ്ലാന്റ് സ്പീഷീസുകളൊക്കെ നമുക്ക് ഇന്ത്യൻ മെയിലൻസിൽ, അതുപോലെ തന്നെ മ്യാൻമാർ, മലേഷ്യ, ഇന്തോനേഷ്യ പോലുള്ള റീജിയൻസിലൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആൻഡമാൻ പിഗ്, സോൾട്ട് വാട്ടർ ക്രോക്കഡൈലൊക്കെ ഇവിടുത്തെ കാണാൻ പറ്റുന്ന സ്പീഷീസുകൾക്ക് എക്സാമ്പിൾസ് ആണ്. നമ്മുടെ ഐലൻഡ്സിൽ കാണാൻ പറ്റുന്ന സ്പീഷീസുകൾക്ക് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ പറയുന്നതാണ് കോസ്റ്റൽസ്. കോസ്റ്റൽസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 7000 കിലോമീറ്റർ ലോങ് ആയിട്ട് 2 ബയോട്ടിക് പ്രൊവിൻസസ് ആയിട്ടാണ് മെയിനായിട്ട് നിൽക്കുന്നത്. വെസ്റ്റ് കോസ്റ്റും അതുപോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റും. വെസ്റ്റ് കോസ്റ്റിൽ വരുന്നതാണ് കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നൊക്കെ പറയുന്നത് വെസ്റ്റ് സൈഡിൽ കിടക്കുന്ന ആളുകൾ. എന്നാൽ ഈസ്റ്റ് കോസ്റ്റിൽ വരുന്നതാണ് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒറീസ, വെസ്റ്റ് ബംഗാൾ എന്നൊക്കെ പറയുന്നത് ഈസ്റ്റ് കോസ്റ്റിൽ വരുന്നതാണ്. കോസ്റ്റൽ സോൺസ് എന്ന് പറയുന്നത് 2 എക്കോസിസ്റ്റമാണ് മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. കൊറലൈൻ എക്കോസിസ്റ്റം ഉണ്ട്, മാംഗ്രൂവ് സ്വാമ്പ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള 2 എക്കോസിസ്റ്റമാണ് അവിടെ കാണാൻ പറ്റുക. കൊറലൈൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് മെയിനായിട്ട് ഹൈ പ്രൊഡക്ടിവിറ്റി ഉണ്ട്, അവിടെ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി കൂടുതലാണ്, കോറൽ റീഫുകൾ കാണാൻ പറ്റും. അങ്ങനെയുള്ള കോസ്റ്റൽ റീജിയൻസ് ആണ് അവിടെ പറയുന്നത്. അവിടെ നമ്മുടെ കോറൽ ഗ്രോത്തും റീഫ് ബിൽഡിംഗ് അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു. എന്നാൽ മാംഗ്രൂവ് എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെയും പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്, കണ്ടൽ കാടുകളാണ് നമ്മൾ അവിടെ കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ബ്രീഡിംഗ് ഗ്രൗണ്ട്സിൽ നമുക്ക് ഫിഷസ് ഉണ്ടാവും, പ്രോൺസ് ഉണ്ടാവും, ക്രാബ് ഉണ്ടാവും, അങ്ങനെയുള്ളത് കാണാനായിട്ട് പറ്റും. അപ്പോൾ കോസ്റ്റൽ സോൺസ് എന്ന് പറയുമ്പോൾ ബയോഡൈവേഴ്സിറ്റി റിച്ച് ആണ്. കോറൽ റീഫ്സും മാംഗ്രൂവ്സ് സ്വാംസ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ കണ്ടൽ വനങ്ങളിലും അതുപോലെ തന്നെ കോറൽ റീഫ്സ് ഒക്കെ നമുക്ക് ഒരുപാട് കൂടുതലായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്.
അതുപോലെ തന്നെ തമിഴ്നാട്, കേരള, ഒറീസ, വെസ്റ്റ് ബംഗാൾ അങ്ങനെയുള്ളിടത്തൊക്കെ നമുക്ക് ബ്രീഡിംഗ് ഗ്രൗണ്ടുകളുണ്ട്. ഫിഷസ്, ടർട്ടിൽസിൻ്റെയൊക്കെ ബ്രീഡിംഗ് ഗ്രൗണ്ടുകളായിട്ടും ഈ കോസ്റ്റൽസും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് 10 ജോഗ്രഫിക്കൽ ആയിട്ടുള്ള സോൺസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മാംഗ്രൂവിൻ്റെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് കണ്ടൽ വനങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഡോൾഫിൻ, അതുപോലെ തന്നെ ഹാംപാക്ക് ഡോൾഫിനും ഹ്യൂജ് സോഫ്റ്റ് ഷെൽട്ടേർഡ് എസ്റ്റൂറിയൻ ടർട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള 2 ടൈപ്പ് ടർട്ടിൽസ് മെയിനായിട്ട് നമുക്ക് ഇങ്ങനത്തെ കോസ്റ്റൽസിൽ മാത്രം കാണാൻ പറ്റുന്ന സ്പീഷീസുകളാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബയോജിയോഗ്രഫിക്കൽ സോൺസ് ഓഫ് ഇന്ത്യയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോ റീജിയൻസ് ഏതൊക്കെയാണ്, അവിടെ ഏതൊക്കെ ഫ്ലോറയും ഫോണയും കാണാൻ പറ്റും, ഏതൊക്കെ സ്റ്റേറ്റുകളാണ് അവിടെ കാണുന്നത്, അവരുടെ പെക്യൂലിയർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക്